ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വിത്ത് ജെനിജി. നമ്മൾ 6 ടെൻസുകൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പല രീതിയിൽ പറയാം. മലയാളത്തിലുണ്ട് പല രീതി, അതുപോലെ ഇംഗ്ലീഷിലുമുണ്ട്. അത് പലതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പഠിച്ചതാണ്. എങ്കിലും അതെല്ലാം കൂടി ഒന്നുകൂടി മനസ്സിലാക്കി വെച്ചാൽ കൃത്യമായിട്ട് അത് എവിടെ ഉപയോഗിക്കാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കുന്നത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്, അതുപോലെ ബി ഗോയിങ് ടു ഫോം, പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഈ 3 ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ആക്ച്വലി ദ ഡിസിഷൻ ഈസ് ടേക്കൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. പറയുമ്പോൾ ആ സന്ദർഭത്തിലാണ് ആ തീരുമാനമെടുക്കുക. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സംബഡി ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ആരോ ഇങ്ങനെ വാതിലിൽ മുട്ടുകയാണ്. ഓക്കെ, ഐ വിൽ ഗോ ആൻഡ് സീ. ഞാൻ പോയിട്ട് നോക്കാം. ആ വാതിൽ മുട്ടുന്ന അത് കേട്ട ആ നിമിഷത്തിലെടുത്ത തീരുമാനമാണ് ഐ വിൽ ഗോ ആൻഡ് സീ. അതിന് കുറേ മുമ്പ് എടുത്ത തീരുമാനമല്ല, അത് കേട്ടു ഉടനെ എടുത്ത് ഐ വിൽ ഗോ ആൻഡ് സീ. ദ ഫോൺ ഈസ് റിംഗിങ്. ഇപ്പം ഫോൺ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഫോൺ ഈസ് റിംഗിങ്. ഓക്കെ, ഐ വിൽ ആൻസർ ദ ഫോൺ. ഞാനത് ആൻസർ ചെയ്തോളാം, ഞാൻ ഫോൺ എടുത്തോളാം എന്നാണ് അതിന്. അപ്പോൾ അത് ആ സമയത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. ഇങ്ങനെ നമുക്ക് ആ പറയുന്ന സമയത്താണ് നമ്മൾ തീരുമാനം എടുത്തത്. ഇപ്പോൾ ചോദിക്കുകയാണ്, വൈ ഡിഡ്ന്റ് യു ഷട്ട് ദ ഡോർ? എന്താ നീ വാതിലടയ്ക്കാഞ്ഞത്? വൈ ഡിഡ്ന്റ് യു ഷട്ട് ദ ഡോർ? സോറി ഐ ഫൊർഗോട്ട്. ഐ വിൽ ഗോ ആൻഡ് ഷട്ട് ഇറ്റ്. ഞാൻ പോയിട്ട് അടച്ചോളാം. അതും ആ നിമിഷമാണ്. എന്താ നീ വാതിലടയ്ക്കാഞ്ഞത്? അയ്യോ, ഞാൻ മറന്നുപോയതാ, ഞാൻ എപ്പോൾ പോയിട്ട് അത് അടച്ചോളാം. കണ്ടില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് വി ടേക്ക് ദ ഡിസിഷൻ. അപ്പോഴാണ് നമ്മൾ ആ തീരുമാനം എടുത്തത്, അല്ലാതെ നേരത്തെ മുൻകൂട്ടി എടുത്ത തീരുമാനമല്ല. ഇഫ് ദ ഡിസിഷൻ ഈസ് ഓൾറെഡി ടേക്കൺ യു യൂസ് ദ ഫോം ബി പ്ലസ് ഗോയിങ് ടു. ആ ഒരു ഫോമാണ് ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ മലയാളത്തിലുള്ള 2 ഭാഷയിലും, നമ്മുടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ആ ഉപയോഗമുണ്ട്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഞാൻ രാജിവെക്കാൻ പോവുകയാണ്, ഞാനൊരു പുതിയ കാറ് വാങ്ങിക്കാൻ പോവുകയാണ്, ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, ഞാനൊരു കോഴ്സിൽ ചേരാൻ പോവുകയാണ്. എന്തോ നമ്മൾ തീരുമാനിച്ചുറച്ചു. സോ ദ ഡിസിഷൻ ഈസ് ഓൾറെഡി ടേക്കൺ. തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ആളോട്, ആ നിമിഷം എടുത്ത തീരുമാനമല്ല, നമ്മൾ തീരുമാനം എടുത്തു, അത് വേറെ ആളോട് പറയുമ്പോൾ ഈ പ്രയോഗമാണ്. അപ്പോൾ അതിന് ബി പ്ലസ് ഗോയിങ് ടു എന്നാണ് ആ ഫോമിൻ്റെ പേര്. അതിൽ ബി എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം ഈസാമാർ, വോസ് വെയർ ഒക്കെ വരും. അപ്പോൾ ഈസാമാർ വരുമ്പം പ്രസൻറ്റും വോസ് വെയർ വരുമ്പം പാസ്റ്റ് ടെൻസും ആണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കും. ഐ എം ഗോയിങ് ടു റിസൈൻ മീൻസ് ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ. ഞാനൊരു പുതിയ കാർ വാങ്ങിക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ജോയിൻ എ ന്യൂ കോഴ്സ്. ഞാനൊരു പുതിയ കോഴ്സിൽ ചേരാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ഐ ആം ഗോയിങ് ടു, യു ആർ ഗോയിങ് ടു, ഹി ഈസ് ഗോയിങ് ടു, ഷീ ഈസ് ഗോയിങ് ടു എന്നതെല്ലാം നമുക്ക് പ്രയോഗിക്കാം. ഐ ആം ഗോയിങ് ടു, ഞാനത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനം നേരത്തെ എടുത്തു എന്നാണ്. ഇതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് നമ്മൾ നേരത്തെയുള്ള കഥകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹി വാസ് ഗോയിങ് ടു സ്റ്റെപ്പ് ഓൺ ദ സ്നേക്ക്. ഹി വാസ് ഗോയിങ് ടു, അത് ചെയ്യാൻ പോവുകയായിരുന്നതാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ നിത്യ സംഭാഷണത്തിൽ പറയും, ഐ വാസ് ഗോയിങ് ടു കോൾ യു, അറ്റ് ദാറ്റ് ടൈം യു കോൾഡ് മീ. ഞാൻ നിന്നെ വിളിക്കാൻ പോവുമായിരുന്നു. ഐ വാസ് ഗോയിങ് ടു കോൾ യു, അറ്റ് ദാറ്റ് ടൈം യു കോൾഡ് മീ. ഐ വാസ് ഗോയിങ് ടു ടെൽ യു, ഞാൻ നിന്നോട് അതിങ്ങോട്ട് പറയാൻ പോവുമായിരുന്നു, അപ്പോഴാണ് നീ ഇങ്ങോട്ട് പറയുന്നത്. ഐ വാസ് ഗോയിങ് ടു സിങ് എ സോങ്, ഞാൻ ഒരു പാട്ട് പാടാൻ പോവുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. ചിലപ്പോൾ നമ്മുടെ ചോദ്യമുണ്ട്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു? നീ എന്തെടുക്കാൻ പോവുകയാണ്? നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഐ എം ഗോയിങ് ടു കുക്ക്, ഐ എം ഗോയിങ് ടു മേക്ക് ടീ എന്നൊക്കെ ഉത്തരം കൊടുക്കാം. ഓക്കെ, അപ്പം ബി ഗോയിങ് ടു എന്നുള്ള ഫോം എന്തിനാണ്? ഡിസിഷൻ ഈസ് ഓൾറെഡി ടേക്ക്. ഇനിയും പ്രസൻറ്റ് കണ്ടിന്യൂസും ഇതിന് ഉപയോഗിക്കാം. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഡിസിഷൻ ഈസ് ഓൾറെഡി ടേക്കൺ ആൻഡ് അറ്റ് ദ സെയിം ടൈം അറേഞ്ച്മെൻറ്റ്സ് ആർ മെയ്ഡ്. തീരുമാനം എടുത്തു കഴിഞ്ഞു, അതിനുള്ള ഒരുക്കങ്ങളും കഴിയുമ്പോഴാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3 കൂടി ഒന്നിച്ച് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഒരു മന്ത്രിക്കെതിരെ ഒരു അലിഗേഷൻ വരികയാണ്, എന്തോ ഒരു ആരോപണം വന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് വെളിയിൽ നിന്നും എല്ലായിടത്തും ഭയങ്കര പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ വരികയാണ്. പക്ഷെ മന്ത്രി തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. ഐ എം ഇന്നസെൻറ്റ്, ഐ എം നോട്ട് ഗോയിങ് ടു, അതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ അദ്ദേഹത്തിന് പ്രഷർ വന്നപ്പോൾ അദ്ദേഹത്തിന് രക്ഷയില്ലാതായി. അപ്പം പാർട്ടിക്കാരുടെ ഒക്കെ മുമ്പിൽ വെച്ചു, ഓക്കെ ഐ വിൽ റിസൈൻ, ഓക്കെ
ഐ വിൽ റിസൈൻ. അമ്മ തീരുമാനം എടുത്ത എപ്പോഴാണ്? ആ നിമിഷം എടുത്ത തീരുമാനം, കുറേ ആലോചിച്ചിട്ടല്ല. ഇവരെല്ലാം കൂടി പ്രഷറൈസ് ചെയ്ത സമയത്ത് ഓക്കെ ഐ വിൽ റിസൈൻ, എന്നാൽ ഞാൻ രാജിവെക്കാം. കണ്ടില്ലേ? ഇനി അദ്ദേഹം അപ്പം അവിടുന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നപ്പം പത്രക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ എന്താ അദ്ദേഹം പറയാ? ഐ എം ഗോയിങ് ടു റിസൈൻ, ഐ എം ഗോയിങ് ടു റിസൈൻ, ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. കാരണം തീരുമാനം ഉള്ളിൽ നിന്നാണ് എടുത്തത്, ആ നിമിഷത്തിലല്ല, പത്രക്കാരെ കണ്ടപ്പോഴല്ല, നേരത്തെ എടുത്തിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു റിസൈൻ. അങ്ങനെ അദ്ദേഹം റെസിഗ്നേഷൻ ലെറ്ററൊക്കെ തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചെല്ലുകയാണ്. അവിടെ എത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് മുഖ്യമന്ത്രി കൊടുത്തു. സി ഐ ആം റിസൈനിങ്. കാരണം തീരുമാനം എടുത്തു, അതിൻ്റെ ഒരുക്കങ്ങളുമായി, ബാക്കി എല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിയുമ്പം പറയുന്നതാണ് ഐ ആം റിസൈനിങ്, ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ രാജിവെക്കാൻ പോവുകയാണ്, ഞാൻ രാജിവെക്കുകയാണ്. കണ്ടില്ലേ? ഇനി വേറൊരു എക്സാമ്പിളും കൂടി പറയാം. ഇപ്പോൾ ഒരാൾ അവനോട് എത്ര പറഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല. അച്ഛനും അമ്മയും എല്ലാവരും നിർബന്ധിക്കും. അമ്മ എപ്പോഴും പറയും, എടാ വീട്ടിൽ ആരുമില്ല, എനിക്ക് വയസ്സായി, നീ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊള്ളു. പക്ഷേ ഇവൻ എപ്പോഴും വിവാഹം കഴിക്കേണ്ട എന്തോ ഒരു തോന്നൽ അവൻ്റെ ഉള്ളിൽ വന്നു. പക്ഷേ ബന്ധുക്കൾ എല്ലാവരും കൂടി ഒരു ദിവസം അവനെ വളഞ്ഞിട്ട് എല്ലാവരും വീട്ടിലിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവന് രക്ഷയില്ലാതായി. അപ്പോൾ അവൻ പറയും ഓക്കെ ഐ വിൽ ഗെറ്റ് മാരീഡ്. ശരി, ഞാൻ കല്യാണം കഴിച്ചോളാം. ഓക്കെ ഐ വിൽ ഗെറ്റ് മാരീഡ്. അതെപ്പോഴാണ്? ഇതെല്ലാവരും കൂടി പറഞ്ഞ ആ നിമിഷത്തിൽ അവനെടുത്ത തീരുമാനമാണ്. അത് കഴിഞ്ഞ് അവൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവൻ എന്താ പറയുക? ഹലോ ഫ്രണ്ട്സ്, ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഞാൻ വിവാഹിതനാകാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും അവൻ തീരുമാനം നേരത്തെ എടുത്തതാണ്, ആ സമയത്ത് എടുത്തല്ല. അപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. അത് കഴിഞ്ഞു, പെൺകുട്ടിയൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞ് വെഡ്ഡിങ് ലെറ്ററൊക്കെ തയ്യാറാക്കി. അതുകൊണ്ട് ആ ഇൻവിറ്റേഷൻ ലെറ്ററായിട്ട് ക്ഷണിക്കാൻ പോകുമ്പോൾ എന്താ പറയുക? ഹലോ ഫ്രണ്ട്സ്, ഐ ആം ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. ഐ ആം ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. ഞാൻ അടുത്ത മാസം കല്യാണം കഴിക്കുകയാണ്. ഐ ആം ഗെറ്റിംഗ് മാരീഡ്. സോ യു സി, ഐ വിൽ ഗെറ്റ് മാരീഡ്, ഐ ആം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്, ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ഇത് മൂന്ന് സന്ദർഭങ്ങളിൽ പറയും. ഇനിയുമുണ്ട് ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കും. അത് ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ആണ്. അതായത് ചില സംഭവങ്ങളൊക്കെ നേരത്തെ നമ്മൾ നേരത്തെ സമയവിവര പട്ടിക വെച്ച്, ഫോർ എക്സാമ്പിൾ ദ ട്രെയിൻ സ്റ്റാർട്ട്സ് അറ്റ് 10 o'clock. ദ ട്രെയിൻ സ്റ്റാർട്ട്സ് അറ്റ് 10 o'clock എന്ന് പറയുന്നത് 10 മണിക്കാണ് ട്രെയിൻ പുറപ്പെടുന്നത്. അതേ നേരത്തെ ഉള്ളതാണ്, ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ മാറ്റമില്ല എന്നർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കും. ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 10 o'clock. യോഗം തുടങ്ങുന്ന 10 മണിക്ക്. ഇവിടെ അങ്ങനെയാണ്, 10 മണിക്കാണ് എല്ലാ യോഗങ്ങളും തുടങ്ങുക. അപ്പോൾ അത് ഫിക്സ്ഡ് പ്രോഗ്രാമാണ്. അതിന് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാം ഇതിന് ഉപയോഗിക്കും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ 3 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യത്യാസമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.